നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ചെയ്യണം. 1 മിനിറ്റ് ക്യാൻഡിൽ, അതായത് 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് എത്രത്തോളം സക്സസ്ഫുള്ളിറ്റി നമുക്കുണ്ട്, അതായത് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ എല്ലാ സിക്കിലും സക്സസ് ആവത്തില്ല. അപ്പോൾ സക്സസ് ആവുന്ന സിക്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, ഫേക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ 18th ജൂലൈയിലെ പെർഫോമൻസ് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് പോയി, നല്ലൊരു ഹ്യൂജ് ഹൈക്ക് പോയിട്ട് പിന്നെയും മാർക്കറ്റ് ഡൗൺ ഇറങ്ങി, എഗെയിൻ ബൈ പോയി. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബൈ ട്രേഡ് തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു നല്ലൊരു ഡൗൺഫോൾ ഉണ്ടായപ്പോൾ അതിൽ നല്ല ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഡൗൺ ട്രേഡ് ആയിരുന്നില്ല. കാരണം നമുക്ക് അവിടുന്ന് ഒരുപാട് റിട്ടേൺസ് ഇൻട്രാഡേക്ക് ആ സെൽ ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മളെടുത്ത് വരുന്ന സമയത്തേക്ക് റിവേഴ്സ് പോകും. പക്ഷേ നമുക്ക് എങ്ങനെ അതിൻ്റെ അകത്ത് മറ്റേ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ബൈ ട്രേഡും ഒരു സെൽ ട്രേഡും സഡൻ ഫോൾ ആയിട്ടും സഡൻ ഹൈക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ട്രേഡ് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇൻട്രാഡേക്ക് നമുക്ക് പെർഫോമൻസ് എടുക്കാൻ നോക്കിയാൽ നമുക്ക് ആ സിഗ്നൽ നമുക്ക് കിട്ടത്തില്ല. അവിടെ സ്കാൽപ്പിംഗ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പെട്ടെന്നൊരു സഡൻ ഹൈക്കും സഡൻ ഫോളുമാണ്. അവിടെ നമ്മൾ ഇൻട്രാഡേക്ക് കൺഫേം ആയിട്ട് എടുക്കാൻ നോക്കിയാൽ മാർക്കറ്റ് റിവേഴ്സ് പോകും. പക്ഷേ ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. 1 മിനിറ്റിൽ ഈസി ആയിട്ട് നമുക്ക് മോർണിംഗിൽ തന്നെ ഇപ്പോൾ 11 o'clock മുമ്പ് നമുക്ക് 1 മിനിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് ഏതൊക്കെ സിഗ്നൽ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിഫ്റ്റിയുടെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന 1 മിനിറ്റിലെ ചാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ കോൾ ഓപ്ഷൻ 24,500 കോൾ ഓപ്ഷൻ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് മാർക്കറ്റ് നിഫ്റ്റി ഡൗൺ ഇറങ്ങിയപ്പോൾ നമുക്ക് പുട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന ബൈ ട്രേഡ് നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റ് ബൈ തന്നെയായിരുന്നു ടോട്ടൽ. അപ്പോൾ സിഗ്നൽ വന്ന് കൺഫേമായി ബ്രേക്ക്ഔട്ട് കയറി. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്കൊരു 12 മണി കഴിഞ്ഞ ശേഷം മാർക്കറ്റ് 87 ബ്രേക്ക് ചെയ്തതാണ്. അവിടുന്ന് 172 ഒറ്റ ഹൈക്ക് പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറി തന്നെയായിരുന്നു, ബൈ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ബൈസിക്കിളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോട്ട് തന്നത് 243 അതിന് എൻട്രി ഉണ്ട്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേം ആണ്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, മാർക്കറ്റ് 8 പോയിന്റ് ഇപ്പോൾ കയറി നിൽക്കുകയാണ്, കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് വന്ന സെല്ല് കൺഫേം അല്ല, അതിന് മുമ്പ് വന്ന ബൈയും അത് നമുക്ക് സക്സസ് ആയിരുന്നു. അതും സിഗ്നൽ കൺഫേം ആയി ബ്രേക്ക്ഔട്ട് സമയത്താണ് നമുക്ക് സിഗ്നൽ വന്ന് 248 മാർക്കറ്റ് നേരെ കയറി 342 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രാഡേക്ക് നമുക്ക് 5 മിനിറ്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ലേറ്റസ്റ്റ് ബൈ വന്നിരിക്കുന്നത് 198 200 പോയിന്റ്സോളം നമുക്ക് അപ് ട്രെൻഡ് കയറിയിട്ടുണ്ട്. കൺഫേം ആയി ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നേരെ ഹൈക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1 മിനിറ്റിൽ ഏതൊക്കെ സിഗ്നൽ സക്സസ് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഒരു സിഗ്നൽ വരികയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ്, അപ്പോൾ അതായത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൈ സിഗ്നലാണ് നടക്കുന്നത്. ഈ ലേറ്റസ്റ്റ് ബൈ സിഗ്നൽ ഡീറ്റെയിൽസ് ആണ് മുകളിൽ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ കൺഫേം ആണെന്ന് നോക്കുക. കൺഫർമേഷൻ വരുന്നത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ഇൻ ബൈസും, ഇത് 3ഉം ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. പക്ഷേ ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ തന്നിട്ടുണ്ട്. ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ആണ്. അപ്പം നമുക്ക് സിഗ്നൽ കൺഫേം ആയി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ എടുത്തു കഴിഞ്ഞാൽ ആക്യുറസി കൂടും. പിന്നത്തെ രാവിലത്തെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. രാവിലെ ആക്ച്വലി മാർക്കറ്റ് ഡൗൺ ഇറങ്ങി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താട്ടിറങ്ങിയിട്ടുണ്ട്. ഗ്യാപ് ഡൗണിലായിരുന്നു ഇറങ്ങിയത്. അവിടെ താട്ടിറങ്ങി മാർക്കറ്റ് പിന്നെ തിരിച്ച് പിന്നെ ബൈ ട്രേഡ് ആയിരുന്നു, ഒറ്റയടിക്ക് അടിച്ച് കയറുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പുൾ ബാക്ക് കഴിഞ്ഞ് തിരിച്ചും പിന്നെയും പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്ന് സെല്ലും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് താട്ടിറങ്ങി ഇവിടം വരെ ഇറങ്ങി തിരിച്ച് ബാക്ക് അടിച്ച് പിന്നെ ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് എൻട്രി ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ബൈ ട്രേഡ് കണ്ടില്ല, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്നു കൺഫേം ആയി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഡബിൾ കൺഫർമേഷൻ ആണ്. അപ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ സിഗ്നൽ പിക്ക് ചെയ്താൽ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ ഉണ്ടാകും. ഫേക്ക് അപ്പ് ഡൗൺസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ സിഗ്നൽ കൺഫേം ആയ ശേഷം ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് പിടിക്കുക. ഇപ്പോൾ ഇവിടെ സെല്ല് കൺഫേം ആയ ശേഷം തിരിച്ച് മാർക്കറ്റ് കുറച്ച് കയറി തിരിച്ചിറങ്ങി. അപ്പോൾ ആ ട്രെൻഡിലേക്ക് തിരിച്ചിറങ്ങി ഇവിടുന്ന് ഈ രണ്ടാമത്തെ ക്യാൻഡിൽ മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, അവിടുന്ന് പിടിക്കാം. അവിടുന്ന് ഇറങ്ങി ഇവിടം വരെ ഇറങ്ങി മാർക്കറ്റ് തിരിച്ച് പിന്നെയും കയറി പിന്നെ ബ്രേക്കും പോയി. അപ്പോൾ നമുക്ക് സെല്ല് വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് പുട്ട് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഏത് പുട്ടാണ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കുന്നത് ഇന്ത മണി പ്രകാരം ഇപ്പോൾ 24,600 ആണ്. 24,600 700 ഏത് വേണം നമുക്ക് നമ്മുടെ മാർജിൻ പ്രകാരം ആഡ് ചെയ്യാം. അതിവിടുന്ന് വ്യൂവിൽ നിന്ന് സിമ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ പുട്ട് നമുക്ക് ആഡ് ചെയ്യാം.
അത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ. നമുക്ക് ആക്ച്വലി 1 മിനിറ്റ് സെറ്റ് ചെയ്യുക, ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻസ് പിടിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ രാവിലത്തെ ട്രേഡാണ്. ഇത് ബൈസിക്കിൾ ഇവിടെ വന്നതിന് ശേഷം രാവിലെ ഇവിടെ ബ്രേക്ക് ഔട്ട് പോയി മാർക്കറ്റ് 146 മാർക്കറ്റ് ബ്രേക്ക് പോയി. അപ്രോക്സിമേറ്റ് മോർണിംഗിൽ തന്നെ നമുക്ക് മാർക്കറ്റ് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 171 വരെ പോയി. പിന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി എഗെയിൻ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് 78 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് മോർണിംഗിൽ തന്നെ 126 വരെ പോയി, തിരിച്ച് പിന്നെ ഇറങ്ങി പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി. പിന്നെ 110 നേരെ ഒരു ഹൈക്കായിരുന്നു ഉണ്ടായിരുന്നത്, 182 വരെ പോയി. പിന്നെ തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ട് 157 നേരെ 198 വരെ. അപ്പോൾ 2-3 ട്രേഡുകൾ അവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത്, അതായത് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എടുക്കാമായിരുന്നു. നമുക്ക് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ ഗ്രീൻ മാറുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കാം. നിഫ്റ്റി റിവേഴ്സ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് റിവേഴ്സ് പോകത്തുള്ളൂ. അപ്പോൾ ഏത് ഓപ്ഷനാണോ ആഡ് ചെയ്യേണ്ടത്, അത് എന്റെ മണിയാണ് ഇന്റെ മണിയാണ് ഒത്തത് മണി, നമുക്ക് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ കോൾ ഓപ്ഷൻ ഇപ്പം നിഫ്റ്റി ബൈ ട്രേഡ് പോകുന്നത് ഏത് പോർഷനാണ്, അപ്പോൾ അതിന് കൺഫേം ആയതിനു ശേഷം അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ 24,596 ആണ്. നമുക്ക് ആക്ച്വലി 400 500 ഏത് വേണം നമ്മുടെ മാർജിൻ പോലെ ആഡ് ചെയ്ത് വിടാം. അപ്പോൾ അത് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ബൈ വന്നത് അപ്രോക്സിമേറ്റ് അടിച്ചു കയറി 120 നേരെ മാർക്കറ്റ് കയറിയിട്ട് 183 വരെ പോയി. പിന്നെ തിരിച്ച് 159 ബ്രേക്ക് പോയത് 198 വരെയാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും ബൈ തന്നു. റെസിസ്റ്റൻസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 87 ബ്രേക്ക് ചെയ്ത് നേരെ കയറി 172 വരെ. അദ്ദേഹം തിരിച്ച് പിന്നെയും വന്നിട്ട് ലാസ്റ്റ് പിന്നെയും ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അത് 151 ഒറ്റ ബ്രേക്ക് ആയിരുന്നു. അവിടുന്ന് പിന്നെ ബൈ തന്നെ ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ഹൈക്കാണ് ഉണ്ടായിരുന്നത്. 5 മിനിറ്റ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. 5 മിനിറ്റ്സിൽ അവിടെ സിഗ്നൽ വന്ന് കൺഫേം ആയി ഇവിടുന്ന് ബ്രേക്ക് ചെയ്താണ് അവിടെ നേരെ കയറിയിട്ടുണ്ട്. 2 പ്രാവശ്യം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടിച്ചടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോർഷൻ, ഇന്നൊരു സിഗ്നലാണ് ഇന്ന് സോഫ്റ്റ്വെയർ തന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻട്രാഡേക്ക് ഇപ്പോൾ ഇതിനകത്തൊരു ഹ്യൂജ് ഹൈക്കിൽ ഇപ്പം ഇൻട്രാഡേക്ക് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ അവിടെ സിഗ്നൽ തന്നിരിക്കുന്നത് ആക്ച്വലി ഒരു ഹൈക്കിലാണ്. അതായത് ലോങ് ക്യാൻഡിൽ അടിച്ചു കയറിയ ക്യാൻഡിലാണ്. അടിച്ചു കയറിയ ക്യാൻഡിൽ ഒരിക്കലും നമ്മൾ ആ സെക്കൻഡ് ക്യാൻഡിൽ പിക്ക് ചെയ്യാൻ നോക്കരുത്. ലോങ്ങിൽ അടിച്ചു കയറുന്ന ക്യാൻഡിൽ കൺഫർമേഷൻ പിന്നെ കുറച്ച് പുൾ ബാക്ക് വന്നതിന് ശേഷം പിന്നെ ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയ ശേഷം താഴ്ത്ത് വന്നിട്ടാണ് കൺഫേം തന്നത്. അത് ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറി. അതും പെട്ടെന്നൊരു ഡൗണിഷ് ആയിരുന്നു. അത് സഡൻ ഫോൾ ഉണ്ടായിരുന്നതാണ്. അത് നമുക്ക് ആ പോർഷൻ പിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഫാസ്റ്റാണ് മൂവ്മെൻറ്റ്. നമുക്കത് കൺഫേം താഴത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം സിഗ്നൽ വന്ന് നമുക്ക് കൺഫേം ഇവിടെ ഓൾറെഡി ഇവിടുന്ന് എത്തിയിട്ടാണ് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കൺഫർമേഷൻ കുറച്ച് ലേറ്റായിട്ട് വന്നതും ചെയ്തു. പെട്ടെന്ന് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. പിന്നെ സപ്പോർട്ട് എടുക്കാൻ തിരിച്ചു പോയി. ഇൻ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും എക്സ്ട്രാ കളർ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ സോഫ്റ്റ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ എടുത്ത് റിവേഴ്സ് പോയി കഴിഞ്ഞാലും നമുക്ക് ലോസ് ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ആ പോർഷൻ എക്സിറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയറിൻ്റെ അത് ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് ഡെമോ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കി ഇങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യും.